Hi everyone, welcome back to our YouTube channel. ഞാൻ മറീന തെരജി. This is Sureka Crash Course Academy. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കകത്തെ ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. നമുക്കറിയാം എക്സാമിന് എല്ലാം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷേ നമുക്ക് അത്രയൊന്നും വേണ്ട. എക്സാമിന് ചോദിക്കുന്ന എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചാൽ മതി. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ ഞാൻ കുറച്ച് ട്രിക്സും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് കിട്ടും, ഷുവറായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ജസ്റ്റ് പറയാം. നമുക്കറിയാം 26 നവംബർ 1949 ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. 26 നവംബർ 1949 ആണ്. സോ 26 നവംബർ എന്താണ് ഇമ്പോർട്ടൻസ്? ഡേയുടെ ഇമ്പോർട്ടൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് 26 നവംബർ. ഓക്കെ, പക്ഷേ അഡോപ്റ്റ് ചെയ്തു, ഇനാക്ട് ചെയ്ത് എന്നാണ് 26 ജാനുവരി 1950. 26 ജാനുവരി 1950 ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്തത്. സോ നമ്മൾ റിപ്പബ്ലിക് ഡേ 26 ജാനുവരി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ 26 നവംബർ ആണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം 26 നവംബർ 1949 ആയിരുന്നു. മറന്നു പോകത്തില്ലല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനും സോഴ്സസും ഷെഡ്യൂൾസും എല്ലാം നമ്മൾ ക്ലാസ് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് നമുക്ക് എത്ര ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ, 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എത്രയായി? ടോട്ടൽ 448 ആർട്ടിക്കിളായി, 25 പാർട്സായി, 12 ഷെഡ്യൂളായി. ഓക്കെ ആണല്ലോ. ഇതെല്ലാം നമ്മൾ പഠിക്കും. പാർട്സും ഷെഡ്യൂളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് വെച്ച് ഞാൻ മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ പഠിപ്പിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പഠിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ഓർമ്മയിരിക്കാൻ ഞാൻ കുറച്ച് ട്രിക്സ് കൂടെ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ 2-3 തവണ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1 എന്താണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ് ആർട്ടിക്കിൾ 1 പറയും. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്താണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യ ആർട്ടിക്കിൾ 1 പറയുന്ന ഇന്ത്യ എന്താണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ഓപ്ഷനകത്തുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്. ആർട്ടിക്കിൾ 1 എന്താണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ ആണല്ലോ. 1 ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ യൂണിയൻ, ഇന്ത്യയെക്കുറിച്ച് പറയുന്നതാണ്. ഇന്ത്യയെക്കുറിച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 എന്താണ്? ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 14 to 18 നമുക്കറിയാം. ആർട്ടിക്കിൾ 14 to 18 എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. റൈറ്റ് ടു ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 14 to 18. അതിനകത്ത് ആർട്ടിക്കിൾ 14 ആണ് ഇക്വാളിറ്റി ബിഫോർ ലോ. നമുക്കറിയാം 14 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പ്രായം എത്തി എന്ന് പറയാം. ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ. നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, സെക്സ് എക്സെട്ര. 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബോധമൊക്കെ വെക്കും. എന്ത്? റിലീജിയന്, റേസിൻ്റെ, സെക്സിൻ്റെ പേരിലൊന്നും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ബോധമൊക്കെ വെക്കും. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓൺ റിലീജിയൻ, റേസ്, സെക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിലുള്ള ഒരേപോലുള്ള ഇക്വാളിറ്റിയെക്കുറിച്ചുള്ളതാണ് ആർട്ടിക്കിൾ 16. 16 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ജോലിയെക്കുറിച്ചൊക്കെ ചിന്ത തുടങ്ങും. അപ്പോൾ പബ്ലിക് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്ത തുടങ്ങുമെന്ന് ഓർത്താൽ മതി. 14 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാം പറയാനുള്ളൊരു ചിന്ത തുടങ്ങും. ലോയെക്കുറിച്ചൊക്കെ പറയാനുള്ള. 16 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ജോലിയെക്കുറിച്ചൊക്കെയുള്ള ചിന്ത തുടങ്ങും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്താണ്? ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 17. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. തൊട്ടുകൂടായ്മയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 17. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി.
17 വയസ്സാകുമ്പോൾ എന്താ 17 വയസ്സാകുമ്പോൾ നമുക്ക് വെഹിക്കിളിലൊന്നും തൊടാൻ പാടില്ല. കാരണം എന്താണ്, ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ തൊട്ടുകൂടായ്മ എന്താണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വെഹിക്കിളിലൊന്നും തൊടാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്, തൊട്ടുകൂടായ്മ. മാർക്കത്തിലല്ലോ, വെഹിക്കിളിലൊന്നും തൊടാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. 17 വയസ്സാകുമ്പോൾ ഒന്നും ലൈസൻസ് കിട്ടത്തില്ല, 18 വയസ്സ് തൊട്ടേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഓർത്ത് വെക്കാമല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 18 എന്താണ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. നമുക്ക് പേരൊക്കെ കിട്ടി, 18 വയസ്സായി, നമുക്ക് 18 വയസ്സായപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പേരും വോട്ട് ചെയ്യാനുള്ള അവകാശവും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യാനുള്ള എല്ലാം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ടൈറ്റിൽസ് കിട്ടി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ആർട്ടിക്കിൾ 18. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്താണ്, ആർട്ടിക്കിൾ 18. നെക്സ്റ്റ് വൺ എന്താണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, അസംബ്ലി, പീസ്ഫുള്ളി കോപ്പറേറ്റീവ്സ്, ഫോം അസോസിയേഷൻ. ഇതെല്ലാം എന്താണ്, ആർട്ടിക്കിൾ 19 ആണ്. 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് എന്താണ്, നമുക്ക് ടൈറ്റിൽ കിട്ടി. അതിന് നമുക്ക് എല്ലാവരും നമ്മുടെ കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യാനും പറയാനും കോപ്പറേറ്റീവ് ഫോം അസോസിയേഷനൊക്കെ കൂടാനെല്ലാം ഉള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്, ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ. 21 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ലൈഫും പേഴ്സണൽ ലിബർട്ടിയും ഒക്കെ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടാവും എന്ന് ഓർത്താൽ മതി. ആർട്ടിക്കിൾ 21 എന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ്, 21A എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് ആർട്ടിക്കിൾ 21A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്താൽ മതി. എന്താണ്, UPSC എക്സാം, നമ്മുടെ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന IAS എക്സാമിൻ്റെ മിനിമം ഏജ് എത്രയാണ്, 21 വയസ്സാണ്. അപ്പോൾ 21 വയസ്സാണ് IAS എക്സാം എഴുതാനുള്ള മിനിമം ഏജ്. അപ്പോൾ UPSC എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്, 21A എന്ന റൈറ്റ് ടു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് 21A. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ്, ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ. 24-40 24-14 ഇങ്ങനെ ഓർത്താൽ മതി. 24-14 വയസ്സ് താഴെയുള്ളവർ ചൈൽഡ് ലേബർ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. 24-14 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്, 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിനെ കുറിച്ചുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ഓക്കെ ആണല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ ആർട്ടിക്കിളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ മാത്രം എടുത്ത് പഠിക്കുന്നത്. അതും ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ. ആർട്ടിക്കിൾ 29 എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ്, 32. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. എന്തൊക്കെയാണ് റിറ്റ്സ് എല്ലാം വരുന്നത് ഇതിനകത്താണ്. BR അംബേദ്കർ നമ്മുടെ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാനെ നമ്മൾ BR അംബേദ്കർ. അദ്ദേഹം ആർട്ടിക്കിൾ 13 എന്താണ് പറഞ്ഞത്, സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോളെന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 32. ഇതും ക്വസ്റ്റ്യൻ ആണ്. സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ആർട്ടിക്കിൾ 32 ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 40 എന്താണ്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. 40 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ എവിടെയാണ്, വില്ലേജിലാണെന്ന് ഓർത്താൽ മതി. 40 വയസ്സായ ആൾക്കാർ വില്ലേജ് പഞ്ചായത്തിലിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം വില്ലേജ് ഓഫീസിലൊക്കെ പോയി ഇച്ചിരി പ്രായം കൂടിയ ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. 40 വയസ്സായവർ വില്ലേജ് പഞ്ചായത്തിലൊക്കെ ഇരിക്കുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആർട്ടിക്കിൾ 40 ഇതിനെക്കുറിച്ച് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 44 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാം. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്. 44 എന്ന് കാണുമ്പോഴേ രണ്ടും ഒരേപോലെ യൂണിഫോം ആയിട്ടിരിക്കുന്നു എന്ന് ഓർത്താൽ മതി. 44 യൂണിഫോം. ഓക്കെ. ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡാണ്. ഓക്കെ, മറക്കത്തില്ലല്ലോ. നെക്സ്റ്റ് വൺ 45
Article 45, early childhood care and education to children below the age of 6 years. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 45 4-5 ഇങ്ങനെ ഓർത്തത് 4-5-6 ഇനി 4-5-6 എന്താണ് 4-5-6 ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ഏർലി 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ചൈൽഡ് കെയറും അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഇങ്ങനെ ഓർത്തേ 4-5 വയസ്സ് താഴെയുള്ള പിള്ളേരുടെ എഡ്യൂക്കേഷന് അവരുടെ കെയറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. 4-5-6 വയസ്സ് ചെറുതായിട്ടുള്ള. ഓക്കെ ആണല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 45 എന്താണ്, ഇനി ആരും മറന്നുപോല കേട്ടോ. ആർട്ടിക്കിൾ 45 എന്താണ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 years. 4, 5, 6. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ് 46. ആർട്ടിക്കിൾ 46, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻ. അതർ വീക്കർ സെക്ഷനകത്ത് ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെയും എല്ലാ വീക്കർ സെക്ഷനകത്തുനിന്ന് അവർക്കുള്ള എഡ്യൂക്കേഷൻ എക്കണോമിക് പരമായിട്ട് അവർക്ക് ഒന്ന് പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളാണ് എന്താണ് ആർട്ടിക്കിൾ 46. ഓക്കെ, ആർട്ടിക്കിൾ 46. നെക്സ്റ്റ് വൺ എന്താണ് ആർട്ടിക്കിൾ 47, പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ ആണ് എന്ന് പറഞ്ഞാൽ നോക്കൂ. 4, ആഴ്ചയിലെ 7 ദിവസവും എന്താണ് 4 കാലിലാണെന്ന് ഓർത്താൽ മതി. ആഴ്ചയിലെ 7 ദിവസവും 4 കാലിലാണ്. അപ്പോൾ 4 കാലിലാവണമെങ്കിൽ എന്താണ് ലിക്വർ ഓർത്താൽ മതി. അപ്പോൾ 47, ആർട്ടിക്കിൾ 47 എന്താണ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ആഴ്ചയിലെ 7 ദിവസവും 4 കാലിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ മറന്നു പോകത്തില്ലല്ലോ. അപ്പോൾ ആർട്ടിക്കിൾ 47 എന്താണ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് ആർട്ടിക്കിൾ 48, ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഇതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. 4-8 എന്ന് പറഞ്ഞാൽ 4 ഡബിളായി. അപ്പോൾ അഗ്രികൾച്ചർ പരമായിട്ടും ആനിമൽ മൃഗങ്ങളുടെ ഇതുമായിട്ട് നമ്മൾ ഇരട്ടിയാക്കണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എന്താണ് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആനിമൽ ഇത് 2 ഇരട്ടിയാക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ ഓഫ് കൗ സ്ലോട്ടർ, ഇതും ആർട്ടിക്കിൾ 48 തന്നെയാണ്. ഓക്കെ ആണല്ലോ. 4-8 ഡബിളായി. അഗ്രികൾച്ചറും മൃഗങ്ങളുടെ ഇതും എല്ലാം ഇരട്ടിയാക്കണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ് ആർട്ടിക്കിൾ 49, പ്രൊട്ടക്ഷൻ ഓഫ് ഓൾ മോണുമെന്റ്സ് ഓഫ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ്. എല്ലാ മോണുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 49. ഓക്കെ, നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 50, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യൽ ഫ്രം എക്സിക്യൂട്ടീവ്. 50-50 എന്ന് ഓർത്താൽ മതി. എന്താണ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യൽ ഫ്രം എക്സിക്യൂട്ടീവ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ 51A, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് 51A. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്? USSR നിന്നാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തേക്കുന്നത്. ആർട്ടിക്കിൾ 51A എന്താണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ, ഇനി പ്രസിഡന്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 52 എന്താണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 52 വയസ്സുള്ള പ്രസിഡന്റ് എന്ന് അങ്ങ് ഓർത്താൽ മതി. 52 വയസ്സേ ഉള്ളൂ പ്രസിഡന്റിന്. അപ്പോൾ ആർട്ടിക്കിൾ 52 എന്താണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 53 എന്താണ് പ്രസിഡന്റിന്റെ പവറിനെ കുറിച്ച് പറയുന്നതാണ്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ വിൽ ബി വെസ്റ്റഡ് ഇൻ പ്രസിഡന്റ്. ഓക്കെ, ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ എന്താണ് ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 എന്താണ് ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 61. ഓക്കെ, ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 ആണ്. ഇനി ആർട്ടിക്കിൾ 63 എന്താണ് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 63 വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. 52 വയസ്സുള്ളൂ പ്രസിഡന്റിന്, പക്ഷേ 63 വയസ്സുണ്ട് വൈസ് പ്രസിഡന്റ് എന്ന് ഓർത്താൽ മതി. ആർട്ടിക്കിൾ 52 പ്രസിഡന്റും ആർട്ടിക്കിൾ 63 ആണ് വൈസ് പ്രസിഡന്റും. ഓക്കെ ആണല്ലോ. ദെൻ 64 എന്താണ് വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 64. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 72 പാർഡണിങ് പവർ ആണ്. പാർഡണിങ് പവർ
ഓഫ് പ്രസിഡന്റ് ലൈക്ക് സസ്പെൻഡ്, റെമിറ്റ്, കമ്മ്യൂട്ട് സെന്റൻസ്. ഇത് പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 72. ഓക്കെ ആണല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 74 എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 74. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ എന്താ? ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ, ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണ് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 76 ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ അറ്റോർണി ജനറൽ ആരാണ്? കെ വേണുഗോപാൽ. കെ വേണുഗോപാലാണ്. അപ്പോൾ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ അറിയണ്ടേ? അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 165 ആണ്. ആർട്ടിക്കിൾ 165 ആണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ ആണല്ലോ. ഇതെന്താണ്? അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്ന പേര് അഡ്വക്കേറ്റ് ജനറൽ എന്നും ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്ന പേര് അറ്റോർണി ജനറൽ എന്നുമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജി ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഓക്കെ ആണല്ലോ, തെറ്റിപ്പോതില്ല. അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165ഉം അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ ഇത് എളുപ്പമാണ്. 79, 80, 81 ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. PRL പാർലമെൻറ്റ്, രാജ്യസഭ, ലോകസഭ. ഓക്കെ, പാർലമെൻറ്റ് ആർട്ടിക്കിൾ 79 ആണ് പാർലമെൻറ്റ്, ആർട്ടിക്കിൾ 80 രാജ്യസഭയാണ്, ആർട്ടിക്കിൾ 81 ലോകസഭയാണ്. ഓക്കെ, ഈ ഒരു ഓർഡർ 79, 80, 81 എന്ന് പഠിച്ചു വെച്ചാൽ മതി. PRL പാർലമെൻറ്റ്, രാജ്യസഭ ആൻഡ് ലോകസഭ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 89 ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 89. ഓക്കെ, അതുപോലെ തന്നെ 93 എന്താണ്? 89 ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ 93 പറയുന്നത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ഹൗസ് ഓഫ് പീപ്പിൾ ആണ്. ലോകസഭയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജോയിൻറ്റ് സെക്ഷൻ ഓഫ് പാർലമെൻറ്റ്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 108. ആർട്ടിക്കിൾ 108 ആണ് ജോയിൻറ്റ് സെക്ഷൻ. ജോയിൻറ്റ് സെക്ഷൻ ഓഫ് പാർലമെൻറ്റ് ഏതാണ്? ആർട്ടിക്കിൾ 108. നെക്സ്റ്റ് വൺ മണി ബിൽ. മണി ബിൽ എത്രയാണ്? നമുക്കറിയാം, പെട്രോളൊക്കെ നമ്മൾ പോയി അടിക്കുമ്പോൾ എന്താണ് 110 രൂപയ്ക്കൊക്കെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. 110 രൂപയ്ക്ക് പെട്രോൾ അടിക്കാമെന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഓർത്തത്, മണിയല്ലേ, പെട്രോൾ അടിക്കാതെ നമ്മൾ മണി കൊടുക്കും. ഓക്കെ, 110 രൂപയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം 110 ആർട്ടിക്കിൾ 110 എത്രയാണ്? മണി ബില്ലാണ്. ഓക്കെ, മണി ബില്ലാണ്. ഇനി 117 എന്താണ്? ആർട്ടിക്കിൾ 117 ഫിനാൻഷ്യൽ ബിൽസ് ആണ്. ഫിനാൻഷ്യൽ ബിൽസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 117ഉം 110 എന്താണ്? മണി ബിൽസിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ ആണല്ലോ, മറന്നുപോലെ കേട്ടോ, ഇത് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ്. നോക്കിക്കേ, ആർട്ടിക്കിൾ 123 എന്ന ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ആണ് ആർട്ടിക്കിൾ 123. 123 ഓടിക്കോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. 123 പറയുമ്പോഴേ എന്തുവാ? ഓടിക്കോ. 123 സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് പകരം 123 ഓടിക്കോ. ഓടിക്കോ എന്ന് പറയുമ്പോൾ ഓർഡിനൻസ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 123. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് 123 സെയിം നമ്പർ തന്നെയല്ലേ? 213. ജസ്റ്റ് ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതേ ഉള്ളൂ. ഇത് 123, ഇത് 213. അതപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ 213 എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ഗവർണർ. ഗവർണറിൻ്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 213. പ്രസിഡന്റിൻ്റെ എന്താണ്? 123 ഓടിക്കോ. 123 പ്രസിഡന്റിൻ്റെയാണ്. ആർട്ടിക്കിൾ 213 ഗവർണറിൻ്റെയാണ്. തിരിഞ്ഞു പോയല്ലോ. ഇനി ആർട്ടിക്കിൾ 124 വളരെ ഇമ്പോർട്ടൻ്റ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 124. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 214. സുപ്രീം കോർട്ട് പറഞ്ഞാൽ നമുക്ക് കൂടെ എന്താ കൂടെ പഠിക്കാം? ഹൈക്കോർട്ടും പഠിക്കാം. ഹൈക്കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏതാണ്? 214.
ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതല്ലേ. ഇത് 124 സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇത് സെയിം ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 214 ഹൈക്കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 126. ആർട്ടിക്കിൾ 126 എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 126. ഓക്കെ. അങ്ങനെ അതിൻ്റെ ആർട്ടിക്കിൾ 127 എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്ഹോക്ക് ജഡ്ജസിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 127. ഓക്കെ ആണല്ലോ. തിരിഞ്ഞു പോലെ കേട്ടോ. 2-3 വട്ടി ക്ലാസ് ഒന്ന് ജസ്റ്റ് കേൾക്കുമ്പോഴും കാണുമ്പോഴും നിങ്ങൾ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഒരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ മൈൻഡിൽ അത് ഇരിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 129. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 129. CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോർട്ട് ടു ബി എ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്ന്? ആർട്ടിക്കിൾ 129. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 143. 143 കേൾക്കുമ്പോഴേ തന്നെ നല്ലൊരു വാക്കല്ലേ. 143 എന്താണ്? പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട്. പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ടാണ് ആർട്ടിക്കിൾ 143. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ 143 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 143 എന്താണ്? പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 148. കമ്പൗണ്ടർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CAG കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 148. ഓക്കെ. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 262. ആർട്ടിക്കിൾ 262 എന്താണ്? അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു വാട്ടേഴ്സ് ഓഫ് ഇൻഡർസ്റ്റേറ്റ് റിവേഴ്സ് ഓർ റിവർ വാലീസ്. നദീതർക്കങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 262. അത് കേൾക്കുമ്പോഴേ 262 2 അതിൻ്റെ ഇടയ്ക്ക് ഒരു 6 എന്ന് പറയുമ്പോൾ അതങ്ങ് നദി നോർത്താൽ മതി. 6 നദി. അപ്പോൾ 262 2ൻ്റെ ഇടയ്ക്ക് ഒരു 6. അപ്പം നദീതർക്കങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262. ഓക്കെ ആണല്ലോ. ഇനി മറന്നു പോകത്തില്ലല്ലോ. ഇനി നെക്സ്റ്റ് വൺ അടുത്ത എന്താണ്? 315. ആർട്ടിക്കിൾ 315 എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 315. നമുക്കറിയാം 3.15 ആകുമ്പോൾ 3:15 സാധാരണ എക്സാം PSC എക്സാം ഒക്കെ എപ്പോഴാണ് കഴിയുന്നത്? 3:15 ആണല്ലോ. അപ്പോൾ ആ ഇത് ഓർത്ത് വെച്ചാൽ മതി. 3:15 PSC എക്സാം കഴിയും. അപ്പോൾ ആർട്ടിക്കിൾ 315 എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ഓക്കെ ആണല്ലോ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 എന്താണ്? നാഷണൽ എമർജൻസിയാണ്. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസിയാണ്. ആർട്ടിക്കിൾ 356 എന്താണ്? 4 എണ്ണം വെച്ച് കൂടി പോവുക കേട്ടോ. ആർട്ടിക്കിൾ 356 എന്താണ്? സോറി, ഇവിടെ തെറ്റിപ്പോയി. കോൺസ്റ്റിറ്റ്യൂഷണൽ നാഷണൽ എമർജൻസി. ഇത് സ്റ്റേറ്റ് എമർജൻസിയാണ് കേട്ടോ. എന്തോ മിസ്റ്റേക്കാണ് കേട്ടോ. അത് തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ. സ്റ്റേറ്റ് എമർജൻസിയാണ്. ആർട്ടിക്കിൾ 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസിയാണ്. ഇത് ഇത്രയും ഈ എമർജൻസീസ് ആരാണ് പുറപ്പെടുവിക്കുന്നത്? പ്രസിഡന്റിനാണ് അതിനുള്ള പവർ. ഓക്കെ. പ്രസിഡന്റാണ് എമർജൻസി പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. ആർട്ടിക്കിൾ 352 നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 350 സ്റ്റേറ്റ് എമർജൻസി ആൻഡ് 360 എന്താണ്? ഫിനാൻഷ്യൽ എമർജൻസിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? ആർട്ടിക്കിൾ 360 അമെൻമെൻറ്റ്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. ഇതിനകത്തും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ചോദിക്കും. ഈ ക്ലാസ് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മുടെ അക്കാഡമിയെ കുറിച്ചൊക്കെ പറയണം. ഇനി ഷെഡ്യൂൾസും പാർട്സും എല്ലാം പൊളിറ്റിയുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ് കാണണം, കമൻറ്റ് അറിയിക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.